നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. എൻട്രി എടുക്കാനുള്ള മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു 9:21 ക്യാൻഡിലിൽ ഒരു സപ്പോർട്ട് എടുത്തപ്പോഴാണ് നിഫ്റ്റി. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഏകദേശം 24,200 പ്രീമിയം ഇതിലാണ് എൻട്രി എടുത്തത്. അതിന് ശേഷം വന്ന ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ഉണ്ട്. പ്രീമിയം ഓക്കെയാണ്, കാരണം നല്ല മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ എന്നും വെക്കണ പോലെ തന്നെ 1:3 അടുത്ത് തന്നെയാണ് ടാർഗറ്റ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ഏരിയ, അതായത് ഈ കാണുന്ന ഏരിയയിൽ നിന്ന് ഒരു അപ്സൈഡ് വ്യൂ കിട്ടിയിട്ട് 200 EMA അല്ലെങ്കിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് എത്തണ വരെ ആണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത്. അപ്പം അതിനുശേഷം ഒരു പ്രീമിയം ഹൈക്കോക്കി കിട്ടിയാൽ മാത്രമേ പ്രോപ്പർ ടാർഗറ്റ് എത്തുള്ളൂ. അതിനായിട്ട് മുന്നേ ഇവിടെ നിന്ന് താഴേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ താഴേക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് നോക്കി നോക്കാം. നല്ലൊരു മൂവ് കിട്ടിയ ബുള്ളിഷ് ക്യാൻഡിൽസ് വന്നിട്ട് ഇവിടെ ഒരു ബുള്ളിഷ് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിങ്ങനെ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോകും. പക്ഷെ ഓവറോൾ താഴേക്ക് ഇന്ന് മാർക്കറ്റ് ഒന്നും കൂടി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് നോക്കാട്ടോ എന്താ ഇന്നത്തെ ട്രേഡ് എന്നുള്ളത്. നല്ലൊരു ഗ്രീൻ സിഗ്നൽ തന്നാൽ മാത്രമേ ടാർഗറ്റിലേക്ക് എത്താനുള്ള ചാൻസ് ഉള്ളൂ. നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് മാർക്കറ്റ്. അതായത് ബുള്ളിഷ് അല്ല, താഴത്തേക്ക് ഒരു സെല്ലിംഗ് ആണ് കൂടുതൽ വരുന്നത് ഇപ്പോഴത്തെ ക്യാൻഡിൽ. അത് കാരണം കൊണ്ടാണ് നമ്മൾ ആദ്യം വെച്ചിരുന്ന നമ്മുടെ സ്റ്റോപ്പ് ലോസിന് എടുത്തിട്ട് ഹാഫിലേക്ക് ആക്കിയത്. അതായത് ഇനി എന്തായാലും വീഴാണെങ്കിൽ നല്ലൊരു ഫോൾ വരിക വെച്ചെങ്കിൽ എന്തായാലും SL എന്തായാലും കിട്ടും. അപ്പോൾ നമ്മൾ പരമാവധി ചെറിയ ലോസിൽ ഇറങ്ങാൻ നോക്കുക എന്നുള്ള രീതിയിൽ. കാരണം അത്രയും 20 പോയിന്റ്സിൻ്റെ അടുത്ത് നല്ലൊരു മൂവ് തന്നിട്ട് പിന്നെ അവിടെ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ പിന്നെ എൻ്റെ ഈ എൻട്രി കുറച്ച് ഫാസ്റ്റ് ആയിരുന്നു. ഒന്നും കൂടി വെയിറ്റ് ചെയ്തിട്ട് എൻട്രി എടുത്താൽ മതിയായിരുന്നു. കാരണം 9:30 ശേഷമൊക്കെ എൻട്രി എടുത്താൽ മതിയായിരുന്നു. ഞാൻ കുറച്ച് സ്പീഡിൽ എൻട്രി എടുത്ത കാരണം, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇപ്പോൾ റിവേഴ്സലായ ക്യാൻഡിലിൽ താഴത്തേക്കുള്ളൊരു വ്യൂ നോക്കാമായിരുന്നു. പക്ഷെ അത് ക്ലിക്ക് ചെയ്യാം. പക്ഷേ ഇതിലിപ്പോൾ SL അടിച്ചാൽ നമ്മൾ അടുത്ത എൻട്രിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കാരണം നമ്മൾ ഓവറോൾ ഫസ്റ്റ് ട്രേഡ് ലോസ് എടുക്കുന്നതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ ലോസ് ആവുള്ളൂ. എന്തായാലും SL അടിക്കും, കാരണം അങ്ങനത്തെ വലിയ ക്യാൻഡിഡേറ്റ്സ് വരുന്നത്. നമുക്ക് എന്തായാലും അടുത്തൊരു ട്രേഡിന് വെയിറ്റ് ചെയ്യാം. ഈ ട്രേഡ് SL ആയോ. നമ്മൾ രണ്ടാമത്തെ ഒരു എൻട്രി കൺസിഡർ ചെയ്യുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലാണ് എൻട്രി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ എൻട്രി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയതിന് ശേഷം പിന്നെ നിഫ്റ്റി താഴത്തേക്കുള്ളൊരു മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് നിഫ്റ്റിയിൽ അതൊരു തരത്തിലുള്ള നമ്മുടെ മൈൻഡ് സെറ്റിന് അല്ലെങ്കിൽ വ്യൂവിനനുസരിച്ചിട്ടുള്ള ഒരു എൻട്രി വന്നില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ബാങ്ക് നിഫ്റ്റിയാണ് നല്ലൊരു ആ ഒരു ഫോർമേഷൻ ചാർട്ടിൽ ഫോർമേഷൻ വരുന്നത്. അതായത് ഫോളിനുള്ളൊരു ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എടുത്തിട്ടുള്ള സപ്പോർട്ട്, നമ്മുടെ സപ്പോർട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ഇപ്പോൾ റിജക്ഷൻ വന്നിട്ടുള്ള ഒരു താൽക്കാലികം മാത്രമാണെന്നാണ് എൻ്റെ വ്യൂ വരുന്നത്. കാരണം പലപ്പോഴും നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പ്രീവിയസ് ചാർട്ടുകളിൽ നമുക്കിത് കാണാൻ പറ്റും സെയിം. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ എടുത്തതിൻ്റെ ശേഷം ഇപ്പോൾ ചെറിയ പ്രോഫിറ്റ് ചെറിയ ലോസ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഒറ്റയടിക്ക് വലിയൊരു ക്യാൻഡിലൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഇന്ന് ഓപ്പൺ ചെയ്തിട്ട്, അതായത് 200 EMA വരെ താഴെ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ അവിടുന്ന് റിജക്ഷൻ ക്യാൻഡിൽസും ആണ് വരുന്നത് കൂടുതൽ. ഓവറോൾ നിഫ്റ്റും നല്ല ബിയറിഷ് മോഡലിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് നോക്കാം ടാർഗറ്റ് ആണോ പ്രോഫിറ്റ് ആണോ എന്നുള്ളത്, ലോസ് ആണോ എന്നുള്ളത്.
നമ്മൾ എൻട്രി എടുത്തിട്ട് ആദ്യം ഒരു പ്രോഫിറ്റ് കാണിച്ചു. അതിന് ശേഷം ഇപ്പോൾ ഒരു സൈഡ് വേസ് ആണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം അതായത് എൻട്രി എടുത്തതിന് ശേഷം ആ ഒരു ഏരിയയിലേക്ക്, അതിപ്പോൾ അപ്പ് സൈഡിലേക്കാണെങ്കിൽ അപ്പ് സൈഡ്, അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്കാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് നല്ലൊരു മൂവ് സെയിം ക്യാൻഡിലോ അല്ലെങ്കിൽ അതിന് ശേഷം വരുന്ന 2-3 ക്യാൻഡിൽസിൽ തന്നില്ലെങ്കിൽ പിന്നെ 50 പോയിന്റ്സ് എന്നൊക്കെ പറയുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ ഹിറ്റ് ആവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. DQ വന്നിരിക്കുക, കാരണം ഒറ്റ ക്യാൻഡിൽ തന്നെ 50 പോയിന്റ്സ് ഒക്കെ ബാങ്ക് നിഫ്റ്റിയിൽ സുഖമായിട്ട് വരും. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ക്യാൻഡിൽസിൻ്റെ മൂവ്മെൻറ്റം കാണുമ്പോൾ ഒരു ചെറിയൊരു ലോസിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തായാലും നമ്മൾ SL എന്തായാലും കൂട്ടി വെക്കാനൊന്നും പോകുന്നില്ല, കാരണം ആദ്യത്തെ സെക്കൻഡ് ട്രേഡാണിത്. അപ്പോൾ ഇതിന് ശേഷം ഇനിയൊരു ട്രേഡ് വലിയ ലോസിലേക്ക് പോയി വെച്ചെങ്കിൽ നമ്മുടെ ഓവറോള് ഇത് നമ്മുടെ PNL കൂടുതൽ ലോസിലേക്ക് പോകും. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ എവിടെയാണ് SL വെച്ചാൽ അവിടെ എന്തായാലും ലോസ് നോക്കിയിട്ട് ഇറങ്ങാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആദ്യത്തെ ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ്, രണ്ടാമത്തെ ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുമ്പോഴാണ് പലപ്പോഴും ഞാൻ മൂന്നാമത്തെ ട്രേഡിലേക്ക് എൻട്രി ചെയ്യാറ്. ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് മന്തൊക്കെ നോക്കുമ്പോൾ അതിന് ശേഷം വരുമ്പോൾ ലോസ് കൂടുതൽ എടുക്കുമ്പോൾ ഈ മാസം ഇതുവരെ അങ്ങനെയൊന്നും ആയിട്ടില്ല. ഇനി ഇവിടെ തേർഡ് ട്രേഡ് എടുത്താലടക്കം ചെറിയൊരു ലോസിൽ പരമാവധി ഇറങ്ങാനാണ് നോക്കാറ്. കാരണം എൻ്റെ ഇതുവരെയുള്ള ട്രേഡിംഗ് സെറ്റപ്പ് അനുസരിച്ചിട്ട് പലപ്പോഴും 50-50 പ്രോഫിറ്റ്, അതായത് 20 ദിവസം ട്രേഡ് എടുത്താൽ 10 ദിവസം ടാർഗറ്റ്, 10 ദിവസം സ്റ്റോപ്പ് ലോസ് വരും. പക്ഷെ അതിനനുസരിച്ചിട്ട് റിസ്ക് റിവാർഡ് ഇതേപോലെ ഓവർ ട്രേഡ് ചെയ്തിട്ട് പല ദിവസങ്ങളിൽ ലോസിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അതൊന്ന് ഇനി കുറച്ച് കൊണ്ടുവരണം. പിന്നെ ഒന്നും കൂടി കൂട്ടിയിട്ട്, അതായത് ഇമോഷൻസ് കുറച്ചിട്ട് നല്ലൊരു കോൺഫിഡൻ്റ് ആയിട്ട് ട്രേഡ് എടുക്കണം എന്നുള്ള വ്യൂവിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഈ മന്ത്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. ഈ ഒരു എൻട്രി എന്തായാലും ഇന്ന് നല്ലൊരു ഫോൾ തന്നെയാണ്, കാരണം ഷുവർ ഷോട്ട് എൻട്രി ആണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് താഴേക്ക് പോകാറുണ്ട്. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാലും നമുക്കിനി ഇമോഷൻസ് ഒന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടാണ് വെച്ചെടുക്കുന്നത് മൈൻഡ് സെറ്റ്, കാരണം ഇതിൽ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ. പിന്നെ ഇന്ന് ഓവറോൾ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇതിന് ശേഷം വരുന്ന ട്രേഡ്സും ചിലപ്പോൾ പലപ്പോഴും ലോസിലേക്ക് തന്നെ പോവാറ്. ചില സമയത്ത് ഫ്രൈഡേ ആകുമ്പോൾ വലിയ മൂവ്മെൻ്റ് ഒന്നും പ്രതീക്ഷിക്കാറായിട്ട് വരാറില്ല. അങ്ങനെ ചെറിയ ലോസിൽ നിന്ന് പ്രോഫിറ്റിലേക്ക് കവർ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. കണ്ട ലാസ്റ്റ് സമയത്ത് ചെറിയൊരു ക്യാൻഡിലടക്കം സ്പോട്ട് ചാർട്ടിൽ വന്നിട്ടുള്ളത്, ഇതുവരെ വലിയ മൊമെൻ്റ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ പ്രീമിയം നല്ല പോലെ താഴേക്ക് DK വരുന്നുണ്ട്. ഇങ്ങനെ താഴേക്ക് DK വരുമ്പോഴാണ് സർപ്ലസ് പെട്ടെന്ന് ഹിറ്റ് ആവുക. ലോസ് ഹിറ്റായി നമ്മൾ ഇറങ്ങി പോവുക എന്നുള്ള ഒറ്റ വ്യൂവിലാണ് ഇരിക്കുന്നത്. എനിക്ക് വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിൽക്കുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. എനിക്കറിയാവുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ലോസിലേക്ക് നന്നായിട്ട് വന്നു തുടങ്ങി, കാരണം ക്യാൻഡിൽ സ്പോർട്സ് ചാർട്ടിൽ വലിയ മൂവ് ഒന്നും ഇല്ലെങ്കിൽ കൂടിയിട്ട് പ്രീമിയത്തിൻ്റെ ചാർട്ട് നല്ല പോലെ താഴത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ സെലിറ്റ് ടവർ ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. നമ്മളെപ്പോഴും ഇതിൽ 1:3 എബോവൊക്കെ തന്നെയായിരുന്നു ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ SL ഹിറ്റ് അയച്ചെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 1600 1700 വരെ അടുത്ത് ലോസിൽ ഇറങ്ങും. ഓവറോൾ ഇന്നൊരു 2600 2700 അടുത്ത് ലോസ് ആവുക. പിന്നെ എന്തെങ്കിലും ഒരു ട്രേഡ് എടുക്കണമെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ വെച്ചിട്ട് മാത്രമേ ഞാൻ എടുക്കുള്ളൂ. എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ സ്റ്റോപ്പ് ഹിറ്റ് ആവാറായിട്ടുണ്ട്. പലപ്പോഴും ഈ ഫയേഴ്സിൻ്റെ ചാർട്ട് ചെയ്ത് വരണ കാരണം ഒന്ന് ലാഗായിട്ടൊക്കെ ചിലപ്പോൾ കാണുക.
ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം എടുക്കുന്ന വീഡിയോ ആണ്. കാരണം നമ്മൾ എന്താണ് പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് പോയിന്റ്സ് 0.10%, 0.10 പോയിന്റ്സിനാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയത്. അതായത് നമ്മൾ വ്യൂ നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ താഴത്തേക്ക് തന്നെയായിരുന്നു വ്യൂ വന്നത്. പക്ഷെ ആ ഒരു ക്യാൻഡിൽ നല്ല പോലെ ഒരു ഡീക്ക് വന്നു. ഏകദേശം നമ്മൾ എടുത്തിട്ടതിന് ശേഷം 10-24 ക്യാൻഡിൽ ഈ ഒരു വിക്ക് കിടന്നു. ഈ ഒറ്റൊരു വിക്ക് വന്നപ്പോഴാണ് 10-24 ഈ ഒരു വിക്കിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തത്. നമ്മൾ പിന്നെ സ്റ്റോപ്പ് ലോസിന് വലിച്ചു നീട്ടി ഓവറോൾ നമ്മൾ ഒരു 53 പോയിന്റ്സിന് അടുത്ത് എസ്സിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ചാടി കയറിയിട്ട് മാറ്റിയിട്ട് പലപ്പോഴും പണ്ട് ചിലപ്പോൾ ഒരു ദിവസം എസ് അടിച്ചതായിരിക്കും, നമുക്ക് ചെറുതല്ലേ. ഇപ്പൊ നാളെ ഇത് തന്നെ 1:4 എബോവ് ആയിരുന്നു ടാർഗറ്റ്. ഒരു 50-53 പോയിന്റ്സിന്റെ അടുത്ത് സ്റ്റോപ്പ് ലോസും ഒരു 200-230 പോയിന്റ്സിന്റെ അടുത്ത് ടാർഗറ്റും. അപ്പോൾ ഇങ്ങനെ വന്നതെന്ന് വെച്ചിട്ട് നമുക്ക് ഇമോഷൻസ് കാണുന്നില്ല. എല്ലാ ദിവസവും അവിടെ മാർക്കറ്റ് ഉണ്ട്. അപ്പൊ നാളെയും നോക്കുക നമ്മള്. നാളെ ഒരു 1:4 ടാർഗറ്റ് ഇട്ട് വെച്ചിങ്ങനെ അപ്പോൾ നമ്മുടെ ലോസ് കവറായി വരും. അപ്പൊ അതാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പലപ്പോഴും. നമ്മൾ SL വിചാരിച്ചിട്ട് അവിടെ ചാടി കയറി ഇമോഷൻസ് എടുത്തിട്ട് വീണ്ടും അവിടെ തന്നെ വീണ്ടും ചെയ്തു വെച്ചെങ്കിൽ ചിലപ്പോൾ ഇന്ന് ടാർഗറ്റിലേക്ക് പോയിരിക്കാം. പക്ഷെ നമ്മളവിടെ പ്ലാൻ അവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാൻ അവിടെ നമ്മൾ നശിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ഭേദം പ്ലാനിൽ സ്റ്റിക്ക് ചെയ്തിട്ട് നിൽക്കുക. ഓക്കെ.